വിപരീതമായ സാഹചര്യങ്ങളുടെ നടുവിലും പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികളെ ദൈവം തുറക്കും. എന്നാൽ പിശാച് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരോട് പോരാടിക്കൊണ്ടേയിരിക്കും. പ്രാർത്ഥന വർദ്ധിപ്പിക്കും തോറും പിശാചിൻ്റെ പോരാട്ടങ്ങളും വർദ്ധിക്കും. പക്ഷേ ആ പ്രതികൂലങ്ങളുടെ നടുവിലും പ്രാർത്ഥിക്കാതിരിക്കുവാൻ, പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ പോലും പ്രശ്നമുണ്ടാക്കുമ്പോൾ, പ്രാർത്ഥിക്കാതിരിക്കാൻ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ തന്നെ ഉറച്ച നിലപാടെടുക്കുന്നവരാണ് ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട ഭക്തന്മാരെല്ലാം. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ദൂത് പറഞ്ഞ് ആലോചന പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രാർത്ഥന തടസ്സപ്പെടുത്തുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ മുന്നേറുന്നത് തടസ്സപ്പെടുത്തുവാൻ പിശാച് ഒരുപാട് തന്ത്രങ്ങൾ മെനയും. പക്ഷെ അത് കണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കുറയ്ക്കരുത്. പ്രാർത്ഥന വർദ്ധിപ്പിച്ചോ. പ്രാർത്ഥന വർദ്ധിപ്പിക്കുമ്പോൾ ദൈവികമായ അത്ഭുതകരമായ ഒരു ഇടപെടലും ഒരു അത്ഭുതകരമായ വിടുതലും ഉണ്ടാകും. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ സംഭവം. ദാനിയേലിനെതിരെ അസൂയ പൂണ്ട ദേശാധിപതിമാർ രാജാവായ മേദ്യ പേർഷ്യൻ രാജാവായ ദാര്യാവേശിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ ഒരു കൽപ്പന വാങ്ങുകയാണ്. 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ, രാജാവിനോടല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ദേവനോട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹത്തിൻ്റെ കുഴിയിൽ, സിംഹത്തിൻ്റെ ഗുഹയിൽ എറിയണം. ഇതായിരുന്നു രാജാവിനോട് കൽപ്പന വാങ്ങിയ ആ ദേശാധിപതിമാർ തീരുമാനമെടുത്ത കൽപ്പന. എന്നാൽ ഇത് ദാനിയേലിനെ, പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ഉന്നം വെച്ചിട്ടുള്ളതായിരുന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു അസൂയ കൊണ്ടാണ്. എപ്പോഴും നമ്മൾ ഓർക്കണം, പ്രാർത്ഥിക്കുന്നവർക്കെതിരെ എപ്പോഴും അസൂയയുള്ള വ്യക്തികൾ എഴുന്നേൽക്കും. അവരുടെ പ്രാർത്ഥന ഇല്ലാതാക്കാനും ആ പ്രാർത്ഥനയുടെ വിടുതൽ വരാതിരിക്കാനും എപ്പോഴും അസൂയാലുക്കൾ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കി ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞ് പിന്മാറരുത്. അതിനുള്ള ദൂതായത്. അപ്പോൾ അവിടെ ദേശാധിപതിമാര് എന്ത് ചെയ്തു? രാജാവിന്ന് കൽപ്പന വാങ്ങി ആ കൽപ്പന രാജാവ് ഉറപ്പാക്കി കൊടുക്കുകയാണ്. നമ്മൾ ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അങ്ങനെ ദാര്യാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. ആമേൻ. അടുത്തത് 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, വിരോധ കൽപ്പന എഴുതിയിരിക്കുന്നു ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു തൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിലെ നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, കേൾക്കണം. വിപരീത രേഖ എഴുതി എന്നറിഞ്ഞപ്പോൾ, ഏത് വിപരീത രേഖയാ? പ്രാർത്ഥിക്കരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്നുള്ള രേഖ അറിഞ്ഞപ്പോൾ ദാനിയേൽ എന്നാൽ കുറച്ച് നാളത്തേക്ക് 30 ദിവസത്തേക്ക് പ്രാർത്ഥിക്കേണ്ടതല്ല തീരുമാനിച്ചത്. രേഖ എഴുതിയെന്നറിഞ്ഞ് പ്രാർത്ഥിക്കരുത് എന്നുള്ള തീരുമാനം, കൽപ്പന വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. എപ്പോഴും പല ആളുകളും ഒഴികഴിവ് പറഞ്ഞ് ഒഴിവാകുക. പ്രാർത്ഥനയുടെ കാര്യം, ആത്മീയ കാര്യം, സഭയുടെ കാര്യം, ദൈവിക കാര്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാകുന്ന ഒത്തിരി പേരുണ്ട്. ഒഴിവാകുന്നു. അവർ തടസ്സം വരുമ്പോൾ എന്നാൽ പിന്നെ ആകട്ടെ എന്ന് മാറ്റിവെക്കുന്ന പ്രാർത്ഥനയായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുമ്പം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ പറ്റും. പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുമ്പോൾ പ്രാർത്ഥന ഒഴിവാക്കിയാൽ ഒരു നന്മയും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം ഏറ്റെടുക്കണം. ഹല്ലേലൂയ. എന്താണ് ദാനിയേൽ ചെയ്തത്? പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിച്ചാലാണ് അപകടം എന്നുള്ള പ്രശ്നം അറിയുമ്പോൾ 30 ദിവസത്തേക്കല്ലേ ഉള്ളൂ, ഒന്ന് മൗനമായി പ്രാർത്ഥിച്ചേക്കാം തീരുമാനിക്കാതെ പ്രാർത്ഥന തടസ്സപ്പെടുത്തിയാൽ ഞാൻ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. കാരണം അവൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അവൻ നന്നായിട്ട് അറിയാം. അവന് പ്രാർത്ഥന നിർത്താൻ പറ്റുകയില്ല. ജീവനുള്ള ദൈവത്തെ അവൻ അറിയാം. പ്രാർത്ഥിക്കാൻ തന്നെ തീരുമാനിച്ചു. അത് ദിവസവും ചെയ്തു വന്നതുപോലെ 3 നേരം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. 3 നേരവും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അത് മാത്രമല്ല, അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം, എവിടെയെങ്കിലും ഇനി പ്രാർത്ഥിച്ചോട്ടെ, മുറി അടച്ച് വാതിലടച്ച് ആരും അറിയാതെ എൻ്റെ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചേക്കാൻ തീരുമാനിക്കായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടു എന്ന് പറഞ്ഞാൽ താൻ പ്രാർത്ഥിക്കുന്നത് ആരും അറിയരുത് എന്നുള്ളതല്ല, ആരൊക്കെ അറിഞ്ഞാലും ആരും കാണട്ടെ, വാതിൽ തുറന്നിടുകയാണ്. ഒത്തിരി പേര് ഒളിച്ചും പാത്തൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. പല നിയമങ്ങളുടെ പ്രശ്നമോ അല്ലെങ്കിൽ പലരും പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തതോ, പ്രാർത്ഥിച്ചാൽ പ്രശ്നങ്ങൾ, അതുകൊണ്ട് പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ദാനിയേൽ ചെയ്ത കാര്യം,
ഈ വാതിൽ തുറന്നിട്ടാൽ, ഈ ജനൽ തുറന്നിട്ടാൽ മറ്റുള്ളവർ കേൾക്കും, അറിയും, എന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് അറിഞ്ഞിട്ടും അദ്ദേഹം ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ജനലുകൾ തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഈ പ്രാർത്ഥന അപ്പോൾ എപ്പോഴും ദൈവത്തോടൊരു അഭയാചന മാത്രമല്ല, ഒരു വെല്ലുവിളികളുടെ നടുവിലുള്ള ദൈവത്തോടുള്ള സംഭാഷണമാണ്. അത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. വെല്ലുവിളികൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്നത് ദൈവത്തിന് ഭയങ്കര കാര്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് വിടുതൽ കാണുന്നവരും അത്ഭുതം അനുഭവിക്കുന്നവരും. നിർഭാഗ്യവശാൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്ക് വെല്ലുവിളി വരുമ്പോൾ ആ ഭാഗത്ത് അങ്ങ് മുട്ടുമടക്കും. അവിടെ മുട്ടുമടക്കെന്ന് പറഞ്ഞാൽ ആ ഭാഗം അങ്ങ് വേണ്ടെന്ന് വെക്കും. അത് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കും. വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുകയും ചെയ്യും. പക്ഷെ വെല്ലുവിളി വന്നപ്പോൾ ജനൽ തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ജീവനുള്ള ദൈവം ആരാണ് ദൈവം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്ക്. പ്രതിസന്ധികളെ വകവെക്കാതെ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കൊള്ളുക. ഈ ദിവസങ്ങളിൽ ദൈവം പ്രാർത്ഥിക്കാൻ അവസരം തരിക. പ്രാർത്ഥിക്കുന്നതോറും വെല്ലുവിളി ഉണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കുകയല്ല. വെല്ലുവിളികൾ വർദ്ധിച്ചു വരുമ്പോഴും പ്രാർത്ഥന നിർത്തരുത്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയും വിടുതലും വരും. ഹല്ലേലൂയ. ഇനി അടുത്ത കാര്യം, ഇങ്ങനെ ആരൊക്കെയാണ് ദാനിയേലിനെതിരെ തൻ്റെ പ്രാർത്ഥനയ്ക്ക് വിപരീതമായും ദൈവഭക്തിക്ക് വിപരീതമായി പ്രവർത്തിച്ച് പ്രാർത്ഥിക്കുന്നവനെ സിംഹത്തിൻ്റെ കുഴിയിൽ എറിയുമെന്ന് തീരുമാനമെടുത്ത് കൽപ്പന വാങ്ങിച്ചതോ ആ ജനങ്ങൾ അവർ തന്നെ സിംഹത്തിൻ്റെ കുഴിയിൽ എറിയപ്പെട്ടു. 6-ാമത്തെ അധ്യായം 24-ാം വാക്യം. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. മക്കളെ ഭാര്യമാരെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് തന്നെ ശാപമാവുന്നു, നാശമാവുന്നു. എപ്പോഴും ഓർക്കണം, പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കാൻ എത്ര എളുപ്പമാണ്. തിരിച്ചതല്ലാത്ത ദൈവമക്കളെ കൂട്ടം കൂടി സംഘമായി നിന്ന് ആക്രമിക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് ഗുണമായി തീരുമെന്ന് ചിന്തിക്കരുത്. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ ദൈവം നിൽക്കും. പക്ഷേ മാനസാന്തരപ്പെടാത്തവൻ ദൈവസഭയോ ദൈവമക്കളെയോ പ്രാർത്ഥിക്കുന്നവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ കുടുംബത്തെ ദൈവം കൈവിട്ട് കളയും. അവിടെ എതിരിക്കുന്നു, ദൈവം എതിരായി മാറി. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. നേരത്തെ കൽപ്പന ഉണ്ടാക്കിയത് ദൈവമക്കൾക്ക് വിരോധമായി കൽപ്പന ഉണ്ടാക്കിയവരെ തന്നെ ആ കൽപ്പനയിൽ ദൈവം അവർക്ക് ആ കൽപ്പന തിരിച്ചടിച്ചു. അടുത്ത കേട്ടണം, അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു, അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. അപ്പം സിംഹത്തിന് വിശപ്പില്ലാഞ്ഞിട്ടല്ല ദാനിയേലിനെ വിട്ടത്. ദാനിയേൽ താഴെ ചെല്ലാഞ്ഞിട്ടൊന്നുമല്ല. സ്വർഗത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിടുവിച്ചെന്ന് ദാര്യാവേശ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. യഹോവ രക്ഷിക്കുകയും ആ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ദാര്യാവേശ് രാജാവ് പറയുന്നൊരു കാര്യം, യഹോവ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ദാനിയേലിനെ തൻ്റെ ദൂതനെ അയച്ച് ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ ഒരു സാക്ഷ്യമായി മാറി. പ്രാർത്ഥിക്കുന്നവൻ ഒരു അത്ഭുതമായി മാറി. നിങ്ങൾക്കും ആകാൻ പറ്റും. പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്. പ്രാർത്ഥിച്ചു, നിങ്ങളെ ദൈവം അത്ഭുതകരമായി വിടുവിക്കും. നിങ്ങളൊരു അത്ഭുതമായി മാറും. ആമേൻ. ഹന്നായ്ക്കെതിരെ പ്രാർത്ഥിക്കുന്നതിനായിരുന്നു പ്രശ്നം. പ്രാർത്ഥനാ സ്ഥലത്ത് വരുമ്പോൾ പോലും കളിയാക്കലാണ് നേരിട്ടത്. ഏലി പുരോഹിതൻ ഉൾപ്പെടെ കളിയാക്കുകയായിരുന്നു. എന്നിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. പ്രാർത്ഥന നിർത്തരുത്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി, അത്ഭുതങ്ങളുണ്ടായി. അവൾക്കൊരിക്കലും ഉണ്ടാകാഞ്ഞ തലമുറ, അവൾക്കൊരു തലമുറയെ ദൈവം കൊടുത്തു. ഒരു തലമുറയല്ല, പിന്നീട് 5 തലമുറയെ കൂടെ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനല്ലേ? പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലമുണ്ട്, പ്രാർത്ഥിക്കുന്നവന് മറുപടിയുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥന നിർത്തരുത്. വെല്ലുവിളികൾ ഉയരുമ്പോൾ, പ്രാർത്ഥിക്കാതിരിക്കാനുള്ള വെല്ലുവിളി ഉയരുമ്പോൾ ശക്തമായി പ്രാർത്ഥിക്കുക. ആരും അറിയരുത്, രഹസ്യമായിട്ടിരിക്കുന്നു പറയുമ്പോൾ ദൈവസന്നിധിയിൽ ഉറക്കം നിലവിളിക്കുക. ഭർത്തിമായി അങ്ങനെ ഉറക്കം നിലവിളിച്ചതല്ലേ? പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ വെച്ച് പാടി ദൈവത്തെ സ്തുതിക്കുകയല്ലായിരുന്നു. അതുകൊണ്ടൊന്നും നഷ്ടമല്ല വന്നത്, അതുകൊണ്ട് വിടുതലുണ്ടാവുകയായിരുന്നു. നിങ്ങളത് വിശ്വസിക്ക്. പ്രാർത്ഥിക്കുന്നവന് ചലഞ്ചസ് വരും, പക്ഷെ അവൻ അതിൻ്റെ നടുവിലും പ്രാർത്ഥിക്കും, ദൈവം വിടുതലയക്കും. പ്രിയ കർത്താവേ,
വളരെ പ്രതികൂലങ്ങളുടെ നടുവിലും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ അന്വേഷിക്കുന്നവരും സന്ദേശം കേൾക്കുന്നവരും പ്രാർത്ഥിക്കാൻ പോകുന്നവരും ഒക്കെ ഈ സന്ദേശം കേൾക്കുക. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർ ഉറച്ചു നിൽക്കട്ടെ. പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രാർത്ഥന നിർത്താതെ ഉറക്കം നിലവിളിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുമ്പോഴേയും കാത്തിരിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള പ്രതിബന്ധങ്ങളും മാറട്ടെ. ആ പ്രതിബന്ധങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ദൈവം ആരെന്ന് വെളിപ്പെടുത്തക്കവണ്ണം ചില അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ മക്കളിലും അവരുടെ കുടുംബത്തിലും നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കുന്നവരുടെ നടുവിലും പ്രാർത്ഥന കുറയ്ക്കാതെ, ദൈവത്തോടുള്ള വിശ്വാസം കുറയാതെ, വിശ്വാസം വർദ്ധിച്ചു വരുവാൻ സഹായിക്കണം. ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. അത്ഭുതകരമായ വിടുതലും ദൈവികമായ അടയാളങ്ങളൊക്കെ ദൈവം നിങ്ങൾക്കൊണ്ട് ചെയ്യട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ കഴിയുമെങ്കിൽ കുറേ പേർ കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പ്രയർഫുൾ ഡേ.